ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 305. നമ്മൾ 60ാമത്തെ ഉപനിഷത്തായിട്ട് ശ്വേതാശതര ഉപനിഷത്താണ് നോക്കുന്നത്. അതിലെ അധ്യായം 4ആണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 13 മുതൽ 17 വരെയുള്ള മന്ത്രങ്ങളാണ്. ഇതിലും പരമാത്മാവിനെ പരമേശ്വരനെ പറ്റിയുള്ള വ്യാഖ്യാനങ്ങൾ തന്നെയാണ്. ഈ പ്രപഞ്ചം, ശാസ്ത്രലോകം അന്വേഷിച്ച ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ അരൂപിയായ ഒരു ഉപകരണത്തെ കൊണ്ട് കണ്ടെത്താൻ കഴിയാതെ, അതുകൊണ്ടാണ് ശാസ്ത്രലോകം അതിനെ സയൻസിൽ പെടുത്താതെ കളഞ്ഞത്. ആ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പിലുള്ള അതിനെപ്പറ്റി, അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അത് തന്നെയാണ്. അതിന് രൂപവും ഭാവമൊന്നുമില്ല, ഒരു വിചാരങ്ങളുമില്ല. പക്ഷെ അതൊരു പ്രപഞ്ചമായി മാറേണ്ടപ്പോൾ അതിനൊരു സങ്കല്പമെല്ലാം ഉണ്ടായി. അപ്പം അതിന് വേറൊരു പേര് കൊടുത്തു. അതിനാണ് ആദി പരബ്രഹ്മ പരമേശ്വരൻ എന്നെല്ലാം പറയുന്നത്. അതിനെപ്പറ്റിയുള്ള വർണ്ണനയാണ്. ആ രൂപവും ഭാവവും വികാരമൊന്നും ഇല്ലാത്ത അത് തന്നെയാണ് ഇങ്ങനെയല്ല ഈ പ്രപഞ്ചം. അതിൻ്റെ ഒരു ചെറിയ അംശമാണ് ഈ പ്രപഞ്ചമെല്ലാമായിട്ട് മാറിയത്. ഉദാഹരണമായിട്ട് നമ്മൾ ബ്രഹ്മമാണെന്ന് സങ്കല്പിക്കും. നമ്മിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് വെച്ചാൽ, ചിലപ്പോൾ എൻ്റെ പിന്നിൽ ഇവിടെ ഏതെങ്കിലും ഒരു മുടി കയറി വരുന്നുണ്ടെന്ന് വെച്ചോളൂ. ഒരു മുടി വളർന്നു, ഒരു മുടി, ഞാൻ അറിയുന്നൊന്നുമില്ല. പക്ഷേ ആ മുടി വളരുന്നതിന് ഒരു സയൻസ് എല്ലാം ഉണ്ട്. ആ സയൻസ് തത്വപ്രകാരം തന്നെയാണ് അത് വളർന്നു വരുന്നത്. എന്നിൽ നിന്ന് തന്നെയാണ് അത് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അതിന് ഞാൻ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ആ ഒരവസ്ഥയാണ് ബ്രഹ്മത്തിനുള്ളത്. ബ്രഹ്മം തന്നെയാണ് നമ്മളെല്ലാം മാറിയത്. പക്ഷേ അതിന് ഇതിലൊന്നും ശ്രദ്ധയില്ല. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അങ്ങനെ അനന്തമായ അറ്റമില്ലാതെ എങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയ അംശം ഇങ്ങനെ പ്രപഞ്ചമാകുന്നു, ഇല്ലാതാകുന്നു, അത്രയേ ഉള്ളൂ. ആ പരമേശ്വരനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. 13 പറയുന്നത്, യാതൊരു പരമേശ്വരൻ സമസ്ത ദേവതകളുടെയും അധിപതിയായിരിക്കുന്നുവോ, ഈ ലോകത്തിലുള്ള എല്ലാ ദേവതകളുടെയും, ദേവതകൾ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ അത് എന്തെല്ലാമായി മാറിയോ അതിനാണ് ദേവതകൾ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാമായി മാറിയത്. 33 കോടി ദേവതകളായിട്ട് മാറിയത്. അതിനാണ് ദേവതകൾ എന്ന് പറയുന്നത്. അല്ല, നമ്മളതിന് ഈശ്വരൻ എന്ന്, ദേവൻ എന്നുള്ള വാക്ക്, ദേവത എന്ന വാക്കുകൊണ്ട് അതിന് ഈശ്വരൻ എന്നല്ല മറ്റേ പരബ്രഹ്മമാണെന്ന് ധരിച്ചു പോയതാണ്. പരബ്രഹ്മത്തിന് അതാണ് ഈശ്വരൻ. അതിന് രൂപവും ഭാവവും ഒന്നുമില്ല. അത് തന്നെ ഇങ്ങനെ കുറച്ചെല്ലാമായി മാറിയ എല്ലാം ദേവതകളാണ്. അപ്പോൾ നാമും ദേവതയാണ്, കല്ലും ദേവതയാണ്, മൊബൈലും ദേവതയാണ്, ഈ ലോകത്തിലുള്ള എല്ലാം ദേവതകളാണ്. അതിനാണ് 33 കോടി. അതെല്ലാം മായയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിന് ഈശ്വരനുമായിട്ട് ബന്ധിപ്പിക്കരുത്. അപ്പം നമ്മൾ തെറ്റായ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമുക്ക് 33 കോടി ദേവതകളുണ്ട്, ഈശ്വരനുണ്ടെന്ന് സങ്കല്പിക്കുന്നത്. ഈശ്വരനല്ല അത്. എല്ലാം ദേവതകൾ അതിൽപ്പെടുന്നതാണ്. 33 കോടിയിൽ നമ്മളും ദേവത തന്നെയാണ്. കാരണം ബ്രഹ്മം തന്നെയാണ് ഞാനായി മാറിയത്. അപ്പൊ സമസ്ത ദേവതകളുടെ അധിപതിയാണ്. അതിൻ്റെ അധിപതി അതാണ്. യാതൊരുവനെ സമസ്ത ലോകങ്ങളും ആശ്രയിക്കുന്നു, അദ്ദേഹത്താണ് ഈ ലോകത്തിലുള്ള എല്ലാം. അപ്പം അതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അത് തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ തലയിൽ ഒരു മുടി വന്നു കഴിഞ്ഞാൽ ആ മുടി എന്നെ തന്നെയാണ് ആശ്രയിക്കുന്നത്. ഞാനില്ലെങ്കിൽ ആ മുടി നശിച്ചു. അപ്പൊ സമസ്ത ലോകങ്ങളും ആരെയാണോ ആശ്രയിക്കുന്നത്, യാതൊരുവൻ സ്ഥൂല സൂക്ഷ്മ രൂപത്തിൽ എല്ലാറ്റിൻ്റെയും ആശ്രയമായിരിക്കുന്നുവോ, അത് സ്ഥൂല രൂപത്തിലുമാണുണ്ട്, സൂക്ഷ്മ രൂപത്തിലുമാണുള്ളത്. ഈ ലോകത്തിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് എന്തുണ്ടോ അതും, ഏറ്റവും ബൃഹത്തായത് എന്തുണ്ടോ ഈ പ്രപഞ്ചം തന്നെ, അതും ആ ബ്രഹ്മം തന്നെയാണ്.
യാതൊന്ന് 2 പാദങ്ങളും 4 പാദങ്ങളുമുള്ള, അതായത് 2 പാദമുള്ളത് മനുഷ്യർ, 4 പാദമുള്ള മൃഗങ്ങൾ, അതിനങ്ങനെ പറഞ്ഞില്ലേ ഉള്ളൂ. 2 പാദങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലാം മേൽ അചിന്ത്യമായ ശക്തിയോടെ ഭരണം നടത്തുന്നുവോ, നമ്മളെയെല്ലാം അവനാണ്, നമ്മളെയും മൃഗങ്ങളെയും എല്ലാം ഭരിച്ചുകൊണ്ട് നടക്കുന്നത് അവനാണ്. അവൻ്റെ ഭരണത്തിലാണ് നമ്മളുള്ളത്. ഭരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ നിയന്ത്രിക്കുകയാണ്, നമ്മൾ അതിൻ്റെ ഭരണത്തിലാണുള്ളത്. നമുക്കതിനെ മനസ്സിലായിട്ടില്ല. പക്ഷേ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അധീനമായിട്ടാണുള്ളത്. ആ ആനന്ദമയനും അതാകട്ടെ അത് ആനന്ദമയമായ സ്റ്റേജാണ്. അതിന് വിചാരങ്ങളില്ലാത്ത അവസ്ഥക്കാണ് ആനന്ദമയം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് വിചാരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആകെ ടെൻഷനെല്ലാം അടിക്കുന്നത്. ഒരു വിചാരവും ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ, ശാന്തമാണെങ്കിൽ, അതിനാണ് ആനന്ദമയം എന്ന് പറയുന്നത്, അമൃതസ്വരൂപം എന്നെല്ലാം പറയുന്നത്. അപ്പോൾ വളരെ കാമം. അതിൽ നിന്ന് മാറുമ്പോഴാണ് നമ്മൾ ടെൻഷനെല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത്. സർവത്തിൻ്റെ ആധാരവും സർവശക്തിയും ആയ പരമേശ്വരനെ നമ്മൾ എന്തു ചെയ്യണം? അങ്ങനെയുള്ള ആ പരമേശ്വരനെ ഹവിസ്സുകൾ അർപ്പിച്ചുകൊണ്ട് പൂജിക്കണം. ഹവിസ്സുകൾ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും യജ്ഞം ചെയ്യാൻ എന്തെങ്കിലും വസ്തു ഉപയോഗിച്ചിട്ടേ യജ്ഞം ചെയ്യാൻ പറ്റുള്ളൂ. ചോറ് വെക്കണ്ടിക്ക് അരിയും വെള്ളം എല്ലാം വേണം. ഞാൻ ഈ യജ്ഞം എന്ന് പറയുമ്പോൾ ചോറ് പറയാൻ കാരണം എല്ലാ പ്രവർത്തികളും യജ്ഞങ്ങളാണ്. യജ്ഞം എന്ന വാക്കിന് നമ്മൾ ഈ യജ്ഞം എന്നെല്ലാം കേൾക്കുമ്പോൾ എന്തോ ഇതെല്ലാം കല്ലും വെച്ച് അതിൻ്റെ അകത്ത് എന്തോ ഇട്ട് കത്തിക്കുന്നതായിട്ടെല്ലാം ചിന്തിച്ചു പോകുന്നുണ്ട്. അതൊന്നുമല്ല യജ്ഞം. ഈ നമ്മളിപ്പം സംസാരിക്കുന്നത് യജ്ഞം തന്നെയാണ്. അപ്പം എന്തെങ്കിലും അർപ്പിച്ചിട്ടല്ലേ യജ്ഞം ചെയ്യാൻ പറ്റും. അർപ്പിക്കുന്നത് അദ്ദേഹത്തിന് അർപ്പിച്ചുകൊണ്ട് പൂജിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ജീവിക്കണം. അത് നമ്മളായി മാറിയിരിക്കുന്നത് എന്തിനു വേണ്ടി? എന്തോ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ കൊണ്ട് ചെയ്യാനാണ്. ആ കർമ്മം നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അദ്ദേഹത്തിനായിക്കൊണ്ട്, അതാണ് പൂജ. അദ്ദേഹത്തിന് എന്താണോ വേണ്ടത്? ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം. അപ്പം അതിൽ നമ്മളെ സേവനം കൊടുക്കുന്നതാണ് പൂജ. അല്ലാതെ പൂജ എന്ന് പറഞ്ഞാൽ ഒരു വിളക്കം വെച്ച് ഇതെല്ലാം ആരെല്ലോ ദുർവ്യാഖ്യാനിച്ചിട്ട് ഉണ്ടാക്കിയതാണ് പൂജകളെല്ലാം. ആരെയാണ് പൂജിക്കേണ്ടത്? നമ്മൾ തന്നെയാണ് ബ്രഹ്മം. പിന്നെ ആരെയാ പുറത്ത് പൂജിക്കാനുള്ളത്? നമ്മൾ പുറത്ത് പൂജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അജ്ഞാനികളാണ്. ഈശ്വരൻ നമ്മൾ തന്നെ ഈശ്വരനാണ്, നമ്മളെ ഹൃദയത്തിൽ തന്നെയാണ് ഈശ്വരനുള്ളത്. പിന്നെ എന്തിനാ പുറത്തുകൊണ്ട് പൂജിക്കുന്നത്? പുറത്തുകൊണ്ട് പൂജിക്കുമ്പോൾ ഞാനല്ല, വേറെ ഏതോ ആണ് ഈശ്വരൻ എന്ന് ചിന്ത വരുന്നു. അത് അജ്ഞാനത്തിലേക്കാണ് നയിക്കുന്നത്. ഒരിക്കലും പുറത്തുള്ളതിലല്ല പൂജിക്കേണ്ടത്. നമ്മുടെ മനസ്സിലൂടെ നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങൾ ആ ശക്തിക്കായിക്കൊണ്ട് ചെയ്യുക. നമ്മളെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ശക്തി എന്തിനു വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്? ലോകം പുരോഗതിക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യാനാണ്. അതിനായിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്തു കൊടുക്കുക. അതാണ് പൂജ. എല്ലാത്തിനും ഇതിനെയെല്ലാം കൊണ്ടേ വിളക്കം വെച്ചതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. വിളക്കെല്ലാം എങ്ങനെയാ വന്നത്? അഗ്നി എങ്ങനെയാ വന്നത്? ഒരു കർമ്മം ചെയ്യണമെങ്കിൽ എന്ത് വേണം? അഗ്നി ഉണ്ടായാലേ പറ്റൂ. ഊർജം ഉണ്ടെങ്കിലേ കർമ്മം ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് അഗ്നിസാക്ഷിയായിട്ട് കർമ്മം ചെയ്യുക എന്ന് പറയുന്നത്. അഗ്നി ഇല്ലാതെ എങ്ങനെയാ കർമ്മം ചെയ്യുക? ഊർജം ഇല്ലാതെ എങ്ങനെയാ നമുക്ക് വായി സംസാരിക്കാൻ പോലും പറ്റും? അത്രയേ അർത്ഥമുള്ളൂ. അതിനെല്ലാം ദുർവ്യാഖ്യാനിച്ചിട്ട് വിളക്ക് കത്തിക്കുക, തിരി അവിടെ ഇടണോ ഇവിടെ ഇടണോ, തിരിച്ചു വെക്കണോ, 2 തിരി ഇടണോ 5 തിരി ഇടണോ, ഇന്നെല്ലാം ആക്കിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, ഈശ്വരൻ തന്നെയാണ് നമ്മൾ. ഉപനിഷത്ത് പറഞ്ഞിട്ടും തലയ്ക്കേറ്റില്ല എന്ന് വെച്ചാൽ ഋഷികൾ എന്ത് ചെയ്യാനാണ്? പറഞ്ഞ തന്നെ ഇവിടെ പറയുന്നത്. എന്നിട്ടും നമ്മളെ തലയിൽ കയറാതെ നമ്മൾ ഈശ്വരനെയും തരത്തിൽ പുറത്തു പോയി അടക്കുകയാണ്. ഏതിൻ്റെ എല്ലാം മുമ്പിൽ പടം എടുത്തു വെച്ചിട്ട്, പടത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ പടത്തിലുണ്ട്, പടം ഈശ്വരനാണ്, തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല. പടത്തിൻ്റെ അകത്ത് പുറത്തേക്ക് നമ്മൾ പൂജിക്കാൻ മനസ്സ് പോകുമ്പോൾ തന്നെ ഈശ്വരൻ നമ്മളെ മുമ്പിൽ നിന്ന് പോയി, നമ്മളിലുള്ള ഈശ്വരനിൽ നിന്നും നമ്മളെ ശ്രദ്ധ പോയി.
പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരനെ പ്രാപിക്കാൻ പറ്റില്ല എന്നിവിടെ അവർ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഈശ്വരനെ പ്രാപിക്കേണ്ട ഉള്ളിൽ തന്നെയാണ്. ഉള്ളിലുള്ള ഈശ്വരനെയാണ് കണ്ടെത്താൻ ശ്രമിക്കേണ്ടത്. അതാണ് ആത്മീയത. അല്ലാതെ പുറത്ത് വിളക്കം വെച്ചിട്ടൊന്നും കാട്ടിക്കൂട്ടിയല്ല. അത് നമ്മൾ പുറത്ത് തിരയുകയാണ്. പുറത്ത് തിരഞ്ഞിട്ട് ഈശ്വരനെ കാണാൻ പറ്റില്ല. ഇതുവരെ കണ്ട ഉപനിഷത്തിന്റെ തത്വം അതാണ്. പുറത്തല്ല നിങ്ങൾ തിരയേണ്ടത്, നിങ്ങൾ ഉള്ളിൽ തിരയും. അത് ഇതിലും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് എല്ലാം അദ്ദേഹത്തിന് സമർപ്പണം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇതായിത്തീരുന്നു നമ്മളെല്ലാം. അപ്പം കർമ്മം ചെയ്യുമ്പോഴും നമ്മളെ മനസ്സിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈശ്വരനായിക്കൊണ്ട് കർമ്മം ചെയ്യുന്നു. എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ വിളക്ക് വെച്ചിട്ട് പഴയിലെടുത്ത് പാല് കൊടുക്കൽ. ഈശ്വരൻ എന്തിനാ നമ്മളെ പാല്? ഈ പാലുമെല്ലാം ആ ശക്തി ഈശ്വരൻ തന്നെയാണ്. പാലിലും പഴത്തിലും എല്ലാം ബ്രഹ്മത്തെ കാണുക, ഈശ്വരനെ കാണുക. ആ ഈശ്വരൻ്റെ എടുത്തിട്ട് വേറൊരു ഈശ്വരന് കൊടുക്കുക. പടത്തിന് കൊടുക്കുകയാണോ അല്ലെ ബിംബത്തിന് കൊടുക്കുകയാണോ? ഈശ്വരനെ തന്നെ എടുത്തിട്ട് ബിംബത്തിന് കൊടുക്കാനാണ്. വേദം പറയുന്നതിൻ്റെ അർത്ഥത്തിൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാം സർവം ഈശ്വരനായിട്ട് കാണാൻ പറ്റുന്ന അവസ്ഥയാണ്. അങ്ങനെ ആവശ്യമാണ് എല്ലാം ഈശ്വരനായി ആണെങ്കിൽ നമ്മൾ ഒന്ന് കൊടുത്തിട്ട് ഒന്നിന് കൊടുക്കില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഒരു ഈശ്വരനെ എടുത്തിട്ട് അതേ ഈശ്വരൻ മറ്റൊരു ഈശ്വരനാണെങ്കിൽ അതിന് കൊടുക്കൂ. അപ്പൊ ആ നിലയിൽ നമ്മൾ മനസ്സുയരണം. ബാക്കി എല്ലാം അജ്ഞാനികളാണ്. എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നുള്ള എല്ലാം അജ്ഞതയാണ്. അപ്പൊ നമ്മളെ സൃഷ്ടിച്ചതിൽ ഒരു ലക്ഷ്യമുണ്ട്. എന്തിനു വേണ്ടി? അതിലൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം. അത് ആത്മീയതയല്ല, ഭൗതിക ലോകമാണ്, മായയിൽ അധിഷ്ഠിതമായ ലോകമാണ്. അത് സത്യം തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനൊരു ലോകം ഉണ്ടാക്കണം, പൊളിക്കണം, ലോകം ഉണ്ടാക്കണം, പൊളിക്കണം. അതിൽ കർമ്മം ചെയ്യാൻ വേണ്ടി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പം ആ കർമ്മം അതിനായിക്കൊണ്ട് അർപ്പിക്കുന്നതാണ് നമ്മുടെ പൂജ. അപ്പം എല്ലാം അതിനായിക്കൊണ്ട് ചെയ്തിട്ട് അതുമായിട്ട് തീരുന്നു. നമ്മളെ മനസ്സ് അതിനു വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്, നമ്മൾ അത് തന്നെയായിട്ട് തീരും. ഇത് തന്നെ അദ്ദേഹത്തെ പ്രാപിക്കുവാനുള്ള ഉപായം. അദ്ദേഹത്തെ പ്രാപിക്കാൻ വേറെ വഴിയൊന്നുമില്ല. നമ്മളെ സൃഷ്ടിച്ചത് അതിനെന്തോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്, അത് ചെയ്തു കൊടുക്കുക. അതാണ് പൂജ. അപ്പോൾ നമ്മൾ അതായി തന്നെ തീരും. നമ്മളെ മനസ്സതായിട്ട് തീരും. അപ്പം നമ്മളും അതായിട്ട് തീരും. ഞാനെന്ന ചിന്തയുണ്ടാവില്ല. എല്ലാം അതിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നു. ഈ പ്രഭാഷണം നടത്തുന്നതും അതെന്നെ കൊണ്ട് പ്രേരിപ്പിക്കുന്നു ചെയ്യാൻ പറഞ്ഞത്. ഇതാ ഞാൻ ചെയ്തു കൊടുക്കുന്നു, അത്രയേ അർത്ഥവും. അല്ലാതെ എനിക്ക് എന്ന ചിന്തയില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ആള് കാണുമോ കാണുന്നില്ലേ, കേൾക്കുമോ കേൾക്കുന്നില്ലേ, അതൊന്നും അതിൻ്റെ ചിന്തയിൽ വരേണ്ട ആവശ്യമില്ല. അതിനെന്തോ ഒരു ലക്ഷ്യമുണ്ട്. അതാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. ആ നിലയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് കാണുന്നുണ്ടോ, അവിടെ കിടന്നിട്ട് ആരെങ്കിലും ലൈക്ക് അടിക്കുന്നുണ്ടോ ഡിസ്ലൈക്ക് അടിക്കുന്നുണ്ടോ, അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ചെയ്തു കൊടുക്കുന്നു. ഈ ലൈക്കും ഡിസ്ലൈക്കും അടിക്കുന്ന വ്യക്തിയും അത് തന്നെയാണ്. ആ ബ്രഹ്മം തന്നെ വന്നിട്ട് ലൈക്കും അടിക്കും, ആ ബ്രഹ്മം തന്നെ വന്നിട്ട് ഡിസ്ലൈക്കും അടിക്കും. ഇത് മനസ്സിലാക്കി എനിക്ക് പിന്നെ എന്തോ അടിക്കട്ട്, ആ ലെവലിലേക്ക് വളരണം. ഇനി 14 സൂക്ഷ്മത്തിൽ സൂക്ഷ്മമായ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കൃപ ലഭിച്ചാൽ മാത്രമേ പ്രാപിക്കുവാൻ പറ്റുകയുള്ളൂ. അത് സൂക്ഷ്മത്തിൽ സൂക്ഷ്മമാണ്. നമ്മുടെ ഉള്ളിലുള്ള സൂക്ഷ്മത്തിൽ സൂക്ഷ്മമുള്ള ജനിതക ഘടനയല്ല, അത് തന്നെയാണ്. അതിനെ അദ്ദേഹത്തിന്റെ കൃപ ലഭിച്ചാലേ പ്രാപിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ കൃപ ലഭിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. ഈ ചിന്ത തന്നെ അദ്ദേഹമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൃപ ഉണ്ടാകുമ്പോൾ നമ്മളെ ചിന്ത എന്താകും? ഞാൻ ഈ ഇതുവരെ പറഞ്ഞ കാര്യത്തിലേക്ക് ചിന്ത പോകും. അത് അദ്ദേഹത്തിന് കൃപ ലഭിക്കുമ്പോൾ അതെപ്പോഴേ ഉണ്ടാകും. അപ്പം നമ്മൾ അതുമായിട്ട് ബന്ധം ചെയ്യും. അതെപ്പോഴേ പറ്റുകയുള്ളൂ? അദ്ദേഹം നമ്മളെ സൃഷ്ടിച്ചതിനാണ്, കർമ്മം ചെയ്യാനാണ്. അപ്പം എപ്പോഴാണ് ആ കൃപ തോന്നുക? നമ്മളെ കർമ്മം തീർന്നു കഴിഞ്ഞാൽ
കൃപ തോന്നും. നമ്മൾ ചെയ്യേണ്ട കർമ്മമെല്ലാം ചെയ്തിട്ട് കഴിയുമ്പോൾ പിന്നെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് തിരിയും. അതിന് പിന്നെ ആരെയും വിളിച്ചിട്ട് പ്രഭാഷണം നടത്തിയിട്ട് ആത്മീയത പഠിപ്പിക്കാനോ സത്സംഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം മിഥ്യാധാരണകൾ എന്തെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവൻ തന്നെ സമസ്ത ജീവികളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. എല്ലാവരുടെയും ഹൃദയത്തിൽ അത് സ്ഥിതി ചെയ്യുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിലും അതാണുള്ളത്. ഞാനായി മാറിയതും അതാണ്. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രനും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയും പട്ടിയും പൂച്ചിയും എല്ലാം ആയിരിക്കുന്നതും അത് തന്നെയാണ്. അതിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നതും അത് തന്നെയാണ്. ആർത്തമുള്ള സ്ത്രീയായാലും പുരുഷനായാലും എന്തായാലും. പിന്നെ എങ്ങനെയാ തൊട്ടുകൂടായ്മ വരുന്നു? അങ്ങനെ വല്ലവരും തൊട്ടുകൂടായ്മ വരുന്നുണ്ടെങ്കിൽ അവൻ ഏത് സ്ഥലത്തിരിക്കുന്നവനാണ്? അവൻ അജ്ഞാനിയാണ്. ആ പൂജ മുറിയിലേക്ക് കയറി പോകാൻ പാടില്ല. ദൈവം അശുദ്ധമായി പോകും. ഇവിടെ ദൈവം തന്നെയാണ് ഞാൻ. ആ ദൈവം ആ ബിംബത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അശുദ്ധിയായി പോകും. ബിംബത്തിന് അശുദ്ധിയായി പോകും. വേദം പറയുന്നത് ഞാൻ തന്നെയാണ് ബ്രഹ്മം, അതും ബ്രഹ്മം, കല്ലും ബ്രഹ്മം തന്നെ. പിന്നെ ഇങ്ങനെ അശുദ്ധി വരുന്നത് ഇതെവിടുന്നാ വന്നത്? വേദങ്ങളൊന്നും ഇങ്ങനെ ഉപനിഷത്തൊന്നും അങ്ങനെ പറഞ്ഞു തരുന്നില്ല. പിന്നെ ഇതെല്ലാം ആരാ ഉണ്ടാക്കിയത്? അവൻ നമ്മോട് അടുത്തിരിക്കുന്നു. അവൻ നമ്മോട് അടുത്തിരിക്കുകയാണ്. ഹൃദയത്തിൻ്റെ നമ്മളെ വിചാരങ്ങൾ വരുന്നത് എവിടുന്നാണ്? ഹൃദയത്തൊന്നും മനസ്സൊന്നും ആയിട്ടാണ്. ഹൃദയവും മനസ്സും തമ്മിലുള്ള നാഡികളിലൂടെയാണ് ഞാനെന്ന ചിന്തയിരിക്കുന്നത്. ആ ചിന്ത ഉണ്ടാക്കുന്ന ശക്തി തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അതപ്പോൾ ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഈ അടുത്തിരിക്കുന്ന കക്ഷിനെ നോക്കിയിട്ടാണ് നമ്മൾ പുറത്തു പോയിട്ട് വല്ല ബിംബു എടുത്തിട്ട് അതിൻ്റെ മുമ്പിൽ പോയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതെന്തിനാ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഋഷികൾക്ക് തന്നെ വായു പറഞ്ഞ് എഴുതിയിട്ട് എന്നിട്ടും നമ്മുടെ തലയിൽ ഇത് കേറുന്നില്ല. അവൻ തന്നെ അഖില ലോകത്തെയും സൃഷ്ടിച്ചത്. അവൻ തന്നെ വിശ്വരൂപനായും അനേക രൂപങ്ങളെയും ധരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അവൻ തന്നെയാണ് ഈ വിശ്വരൂപമായിട്ട് വിരാട രൂപമായി വന്നതും അനേക രൂപങ്ങളെ ധരിച്ചിരിക്കുന്നത്. ബ്രാഹ്മണനായിട്ടും ക്ഷത്രിയനായിട്ടും വൈശ്യനായിട്ടും ശൂദ്രനായിട്ട് ഇരിക്കുന്നതും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയായിട്ട് ഇരിക്കുന്നതും എല്ലാം അവൻ തന്നെയാണ്. പട്ടിയായിട്ടും പൂച്ചയായിട്ട് ഇരിക്കുന്നതും എല്ലാം കോവർ കഴുതിയായിട്ട് ഇരിക്കുന്നതും അത് അവൻ തന്നെയാണ്. നമ്മൾ കളയുന്ന വസ്തു എന്ന് പറഞ്ഞില്ലേ, കളയുന്ന നമ്മളെ ശരീരത്തിൽ നിന്ന് വന്ന കളയുന്ന വസ്തു എന്തു ആയാലും അതെല്ലാം തന്നെ എന്താണ്? ബ്രഹ്മം തന്നെയാണ്. ആ നിലയിലേക്ക് നമ്മൾ മനസ്സ് ഉയരണം. അത് വ്യത്യസ്ത രൂപത്തിൽ പ്രകടമായതാണ്. അവൻ നിരാകാരനും അതേസമയം എന്താണ്? അവൻ നിരാകാരനാണ്. രൂപവും ഭാവവും ഒന്നുമില്ല. പക്ഷെ അത് ഈ രൂപത്തിലേക്ക് രൂപമായിട്ട് വന്നു, വേഷവും കെട്ടിയിട്ട്. എന്നിട്ട് സമസ്ത ലോകത്തെയും വലയം ചെയ്തിരിക്കുന്നു. കാരണം അത് വലയം ചെയ്തിരിക്കുക, അതിനകത്ത് ഒരു അംശമാണ് ഈ പ്രപഞ്ചമായി മാറിയത്. അപ്പം ബാക്കിയുള്ള സ്ഥലം മുഴുവൻ എന്താണ്? അവൻ തന്നെയാണ്. ഏത്? നിരാകാരമായ രൂപത്തിൽ. ഈ 7 ലോകങ്ങളും അതിൻ്റെ ഒരു ചെറിയ അംശമാണ്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലം മുഴുവൻ എന്താണ്? ആ ബ്രഹ്മം തന്നെയാണ്. അപ്പം അത് വലയവും ചെയ്തിരിക്കുന്നുണ്ട്. നമ്മൾ ഉള്ളിലുമുണ്ട്, വളയവും ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേറൊന്നിനെ തിരക്കി പോകുന്നത് എന്തിനാണ്? ആ നിലയിൽ അദ്ദേഹത്തെ മനസ്സിലാക്കിയവന് ശാന്തി ലഭിക്കുന്നു. ഇപ്പം നമ്മൾ മനസ്സ് ശാന്തമാകണ്ടെങ്കിൽ പുറത്ത് അലഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവുമില്ല. കുറച്ച് മനസ്സമാധാനത്തിന് വേണ്ടി ആ അമ്പലത്തിൽ പോവുകയാണ്. എന്നാൽ അവിടെ നിറച്ച് വെച്ചിരിക്കുന്ന അമ്പലം ഉള്ളിൽ തന്നെ ഈശ്വരനുള്ള ഇവിടെ പിന്നെ കുറച്ച് ഇതുണ്ടാവും, ഇത് തുറസായ സ്ഥലവും ഉണ്ടാവും, നല്ല കാറ്റ് കിട്ടും, സുഖം തന്നെയാണ്. ശരീരത്തിന് സുഖമാണ്, മനസ്സിനും സുഖം തന്നെയാണ്. പക്ഷേ
ആത്മാവിന് ഇതുമായിട്ട് ഒരു ബന്ധമൊന്നും ഇല്ല. അത് കടപ്പുറത്തെല്ലാം പോകുന്നത് നല്ല കാര്യം തന്നെയാണ്. ആ ഭൗതിക ജീവിതത്തിൽ കടപ്പുറത്ത് പോകുന്നതാണ് ഏറ്റവും നല്ല സുഖം. അതുവഴി ഈ പ്രപഞ്ചത്തോട് വിരക്തനായിത്തീരുന്നു. അങ്ങനെ ആ സത്യം മനസ്സിലാക്കുന്നവൻ അവൻ എന്ത് പറ്റും? ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തോടും വിരക്തി വരും. പിന്നെ അവന് ഈ ബിംബത്തിലും കടലാസിലും മറ്റേ പ്രതിമയിലും ഫോട്ടോയിലും എല്ലാം എല്ലാത്തോടും വിരക്തി വരും. ആ അവസ്ഥയിലേക്ക് അവൻ ഉയരുമ്പോൾ അത് നമുക്ക് ഉയരാൻ പറ്റും. സാധിക്കാത്ത കാര്യമൊന്നുമല്ല. നമ്മളുടെ ഈ അജ്ഞത എടുത്ത് ആദ്യം ദൂരെ കളഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആവും. നമ്മൾ ഞാൻ തന്നെ ഈശ്വരനാണെന്ന ഒരു പ്രതീതിയിലേക്ക് വരും. ആദ്യം ഇതെല്ലാം എടുത്ത് കളയും മനസ്സിൽ നിന്ന്. ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്നങ്ങ് ചിന്തിക്കാൻ തുടങ്ങും. ഞാൻ തന്നെയാണ് ഈശ്വരൻ തന്നെയാണ് ഞാനായി മാറിയത്. എൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് ഈശ്വരൻ തന്നെ എന്നെ കൊണ്ട് ഇതത്രയും ജയിക്കുന്നത് എന്ന് ചിന്തയിലേക്ക് വളരും. പിന്നെ നമ്മൾ ആരെ പിന്നാലെ നടക്കാൻ പോകുന്നില്ല. നമ്മൾ സ്വതന്ത്രമാണ്. 15 ആ പരമേശ്വരൻ സമയത്തിലൂടെ സകല ബ്രഹ്മാണ്ടത്തെയും സംരക്ഷിക്കുന്നു. കാലചക്രത്തിലൂടെയാണ് അത് ഈ ബ്രഹ്മാണ്ടത്തെ സംരക്ഷിക്കുന്നത്. സൃഷ്ടിക്കുന്നു, പരിപാലിക്കുന്നു, പൊളിച്ചെടുക്കുമ്പോൾ ബ്രഹ്മരൂപമായി മാറുന്നു. പിന്നെ ആദ്യം ഉണ്ടാക്കും, പിന്നെ ബ്രഹ്മരൂപമായി മാറും. ഇങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുക ഓട്ടോമാറ്റിക്കായിട്ട്. അവൻ തന്നെ ഈ ജഗത്തിൻ്റെ അധിപതി. അവൻ എല്ലാറ്റിൻ്റെയും അന്തരാമിയായി ഇരിക്കുകയും ഇനി പറഞ്ഞെന്നെ പറയാണ്. അവൻ തന്നെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അതിനനുസരിച്ച് എന്തിനായി പുറത്തു പോകുന്നത്? ഉള്ളിൽ തന്നെ ഇരിക്കുക, ഏറ്റവും ചേർന്നിരിക്കുക മനസ്സോട്. അദ്ദേഹത്തെ തന്നെ വേദരഹസ്യങ്ങൾ അറിഞ്ഞ മഹർഷിഗണം ധ്യാനത്തിലൂടെയും എപ്പോഴും സ്മരിച്ചുകൊണ്ടും അദ്ദേഹവുമായി പറ്റിച്ചേർന്നിരിക്കുന്നു. വേദങ്ങൾ എഴുതിയവർ മഹർഷികൾ ഈ സത്യം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ധ്യാനത്തിലൂടെ എപ്പോഴും അതിനെ സ്മരിച്ചുകൊണ്ട്, ആ ബ്രഹ്മത്തെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹവുമായി പറ്റിച്ചേർന്നിരിക്കുന്നു. ആ മനസ്സ് അദ്ദേഹവുമായി ചേർന്നുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്നതെല്ലാം അദ്ദേഹമാണ് ചെയ്യിപ്പിക്കുന്നത്, ഈ യൂട്യൂബിലെല്ലാം അപ്ലോഡ് ചെയ്യിപ്പിക്കുന്നത് അതാണ്, എന്ത് പറയണമെന്ന് എൻ്റെ വായിലൂടെ വരുത്തിക്കുന്നതും അതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഋഷികൾ എന്ത് ചെയ്തു? അവരതങ്ങനെ ഗ്രന്ഥത്തിൽ ഇരുന്ന് എഴുതി കൂട്ടി വെച്ചു. ഈ തോന്നുന്നതെല്ലാം എഴുതി എന്നെ തിരിച്ചു മറിച്ചു എല്ലാം എഴുതി തരും. എന്തുകൊണ്ട്? വായിച്ചാൽ മനസ്സിലാവില്ല. അത്ര പേരൊന്നും ഇത് മനസ്സിലാവും. തലയെ കയറണ്ടിക്കൽ കുറച്ച് ഇരുന്ന് സ്വയം ചിന്തിച്ചു നോക്കണം. എല്ലാതെ ഓരോരോ വഴിയൊന്നുമില്ല. ഇത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും പട്ടീൻ്റെ വാല് ഓടക്കെട്ടിലിട്ടാലും നന്നാൻ പോകുന്നില്ല. കാരണം അതിന് ആ വ്യക്തി തന്നെ എന്ത് വേണം? കൃപ തോന്നണം. കൃപ തോന്നുമ്പോഴേ ഈ പറയുന്ന സത്യം മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ ഒരു രക്ഷയില്ല. പിന്നെയും നമ്മളെ സനാതന ധർമ്മം, ആർഷഭാരത സംസ്കാരം ഇങ്ങനെയെല്ലാം പാടി നടക്കും. തൊട്ടുകൂടാക അമ്പലത്തിൽ പോകുമ്പോൾ നല്ല കുളിച്ച് ഭസ്മെല്ലാം വാരി തേച്ച് ഇങ്ങനെയെല്ലാം പോകും. ഈശ്വരൻ അവിടെ കിടക്കുകയാണ്. നമ്മൾ കുറച്ച് വേർപ്പുണ്ടായപ്പോൾ ഈശ്വരൻ എന്തുവായി പോകും. ആർത്തവം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോരാ, അങ്ങേക്ക് വേറെ എന്തോ പറ്റും. പൂജാരിനെയാണെങ്കിൽ ദൂരത്ത് നിന്നാലേ വേണം. പൂജാരിനെ തൊട്ട് പോയാൽ പൂജാരി ദൈവത്തിൻ്റെ ആളാണ്, അശുദ്ധിയായി. അദ്ദേഹത്തെ ഈ രൂപത്തിൽ അറിഞ്ഞവൻ യമരാജന്റെ പാശം എല്ലാം കയറി കെട്ടിയിട്ട് ബന്ധിച്ച് വെച്ചിരിക്കുകയാണ്. അതായത് ജനന മരണ ചക്രത്തിൽ കിടന്ന് നമ്മളിങ്ങനെ കറങ്ങുകയാണ്. അതിനെ പൊട്ടിച്ചിട്ട്
എല്ലാ ബന്ധനത്തിൽ നിന്നും മുക്തനാകും. പിന്നെ നമുക്കൊരു ബന്ധം ഈ ലോകത്തിൽ ആരുമായിട്ടൊരു ബന്ധവുമില്ല. ആ അവസ്ഥ എത്തുമ്പോൾ പിന്നെ അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, മക്കളും ഇല്ല, ഗുരുവും ഇല്ല, ശിഷ്യനും ഇല്ല, ഒരു ചുക്കും ഇല്ല. എല്ലാം ബ്രഹ്മം. പിന്നെ ഗുരുവില്ല, ശിഷ്യനുമില്ല, ആരുമില്ല, എല്ലാം ബ്രഹ്മം. ഒരു ബ്രഹ്മം മറ്റേ ബ്രഹ്മത്തോട് പിന്നെ എന്തിനാണ് ഉപചാരങ്ങൾ? എന്താ പറയുക, ഉപചാരങ്ങളാണ്. ഒരാളോട് ഇങ്ങനെ പെരുമാറണം, അയാളോട് സമ്മതം വാങ്ങണം, അല്ലെ അയാളോട് പോയിട്ട് അയാളുടെ അനുഗ്രഹം വാങ്ങണം. എല്ലാം ബ്രഹ്മമാണ്. പിന്നെ ബ്രഹ്മത്തോട് കയറി ചോദിക്കുന്നത് എന്തിനാണ്? അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങുമെന്ന് പറഞ്ഞാൽ അച്ഛനെന്തോ വേറെ എന്തോ ആണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാം ബ്രഹ്മം. പിന്നെ അച്ഛനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് വേദവ്യാസന്റെ മകനെ ശിവന്റെ അടുത്ത് കൊണ്ടുപോയി. ശിവൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ എന്ന നിലയിൽ എടുക്കണം, അല്ലാതെ നമ്മൾ ഈ മറ്റേ തരത്തിൽ ആറ്റത്തിന്റെ ഘടനയിലൊന്നും പോകരുത്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് വേദം ഉപദേശിക്കാൻ പറയുന്നു മകന്, ബ്രഹ്മതത്വം. ഇപ്പൊ ശിവൻ പറഞ്ഞ് മഹർഷേഷ് വേദവ്യാസനോട് പറഞ്ഞു, വേദവ്യാസൻ ഇത് അറിയാതെ ഉണ്ടാകും. അദ്ദേഹം ചുമ്മാ എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ് ആ സത്യം. അത് കഷ്ടമുള്ള കാര്യമാണ്. അല്ല ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഉപദേശിക്കുന്നു. ഉപദേശം കിട്ടിയ ഉടനെ തന്നെ ശിവനെയും വണങ്ങിയിട്ട് ഒരൊറ്റ പോക്കാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ പിന്നെ ബ്രഹ്മമേ ഉള്ളൂ അവന്. ഒരൊറ്റ പോക്ക്. വേദവ്യാസൻ അച്ഛനെ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം എന്തിനാ അച്ഛനെ തിരിച്ച? അച്ഛനില്ല. ബ്രഹ്മസാക്ഷാത്കാരം കഴിഞ്ഞാൽ പിന്നെ അച്ഛനും ഇല്ല, ഭാര്യയും ഇല്ല, മക്കളും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഒരൊറ്റ പോക്കാണ്. എവിടെ പോയി എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ വേദവ്യാസം പിന്നാലെ പോയിട്ട് മോനെ മോനെ എന്ന് വിളിച്ചപ്പോൾ അവിടുത്തെ മലകളും ചെടികളും എല്ലാമാണ് പ്രതികരിച്ചത്. അവൻ ഈ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ബ്രഹ്മമായി ആ ലെവലിലേക്ക് ഉയരണം. അപ്പോൾ ആരോടും ഒരു എന്താ ആദിത്യമര്യാദകൾ, ഉപചാരങ്ങൾ, എന്തെല്ലാം ഉണ്ടല്ലോ, വാക്കുകൾ ഒന്നുമില്ല. വട്ടപൂജ, എല്ലാം ബ്രഹ്മം. ഇനി 16 വെണ്ണയുടെ ഉൾഭാഗത്തെ സാരാംശം പോലെ. വെണ്ണയുടെ ഉൾഭാഗത്തെ സാരാംശം എന്താണെന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയിൽ അനലൈസ് ചെയ്താൽ കിട്ടുന്ന രാസവസ്തു അത് തന്നെ. അതുപോലെ എല്ലാറ്റിൻ്റെയും സാരാംശം, എല്ലാറ്റിൻ്റെയും സൂക്ഷ്മം എന്നെയും പൊടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ശാസ്ത്ര ലോകം ചെയ്തത്. ഓരോ വസ്തുവെടുത്തും പൊടിച്ചു നോക്കി. അപ്പോൾ അവസാനം ആറ്റങ്ങൾ, തന്മാത്രകളെ കിട്ടി, ആറ്റം പൊടിച്ചപ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും കിട്ടി. അതിനെപ്പറ്റി പൊടിച്ചപ്പോൾ എനർജി കിട്ടി. അതിനെ പൊടിച്ചിട്ട് അതിൻ്റെ അപ്പുറം നോക്കാൻ പറ്റിയിട്ടില്ല. അത് ഉപകരണം ഇല്ലാതെ കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് അവന്മാർ മതിയാക്കി. ഋഷികൾ പറഞ്ഞു അതിൻ്റെ അപ്പുറം ഒരു സാധനം ഉണ്ട്, അത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും, ഉപകരണം കൊണ്ട് കണ്ടെത്താൻ പറ്റില്ല. അതിനൊരു പേരും കൊടുത്തു, ബ്രഹ്മം. അത് തന്നെയാണ് ഈശ്വരൻ. എല്ലാറ്റിൻ്റെയും സൂക്ഷ്മവും ആകുന്നു. അപ്പം എന്നെപ്പോഴോ പൊളിച്ചു നോക്കിക്കഴിഞ്ഞാലും, ഇവിടുത്തെ ഏത് പശുവിനെ എടുത്തിട്ട് പൊളിച്ചാലും, കാഷ്ടമെടുത്ത് പൊളിച്ചാലും എല്ലാം കിട്ടുന്നത് അവസാനം ഇത് തന്നെ. എന്ത്? ആറ്റത്തിലൂടെ പോകും. അതായത് ആറ്റത്തിലൂടെ പോയിട്ട് തന്മാത്രകളിൽ നിന്ന് ആറ്റത്തിലേക്കും പിന്നെ കണത്തിലേക്കെല്ലാം പോയി പിന്നെ ഊർജത്തിലേക്ക് എത്തിച്ചേരും. പിന്നെ അവസാനം ആദൃശ്യമായ സംഗതി, അതാണ് ഈശ്വരൻ, അല്ലെങ്കിൽ അതാണ് ബ്രഹ്മം. അത് കല്യാണ സ്വരൂപനാണ്. അതിൻ്റെ രൂപം കല്യാണ സ്വരൂപനാണ്. അതിന് ആരെയും ദ്രോഹിക്കണമെന്നോ ഒന്നുമില്ല. എല്ലാവർക്കും നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ല ലോകം ഉണ്ടാക്കി കൊടുക്കാം. മനുഷ്യൻ കുറച്ചു കാലം മായയിൽ അകപ്പെട്ടാണെങ്കിലും അങ്ങനെ ജീവിച്ചു പോട്ടെ എന്നും വെച്ചിട്ട് ഒരു ലോകം ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. ഒരു സുന്ദരമായ ലോകം അവസാനം ഉണ്ടാക്കി തരും കുറച്ചു കാലത്തേക്ക്. അതുവരെ നമ്മളെ കൊണ്ട് കഷ്ടപ്പെടുത്തും, അത്രയേ ഉള്ളൂ. കല്യാണ സ്വരൂപനും ഏകമാത്രനുമായ ആ ഈശ്വരൻ ഒന്നാണ്. ഇത് പലയിടത്തും നമ്മൾ കേട്ടിട്ടും നമ്മൾ ഈശ്വരനെ പലതായിട്ട് 33 കോടി ദേവതകൾ, ഈ ദേവതകളെയെല്ലാം പിടിച്ചിട്ടാണ് ഈശ്വരനാക്കിയിരിക്കുന്നത്. കല്ലിനെയും മണ്ണിനെയെല്ലാം പിടിച്ചിട്ടാണ്, കല്ലിനെ കൊണ്ട് തന്നെയല്ലേ ബിംബം ഉണ്ടാക്കുന്നത്. വെള്ളം ദേവത, അഗ്നി ദേവത, ഇങ്ങനെ ഇനിയെല്ലാം ഈശ്വരനാക്കിയിട്ട് ആരാധിക്കുകയാണ്.
ആ പരബ്രഹ്മ പരമേശ്വരൻ എല്ലാ ജീവികളിലും ഒളിച്ചിരിക്കുന്നതായും അവിടെയും പറയുന്നുണ്ട്. അത് എല്ലാ ജീവികളെയും അകത്തങ്ങനെ ഒളിച്ചിരിക്കുകയാണ്, ഹൃദയത്തിൽ എല്ലാറ്റിനെയും വലയം ചെയ്തിരിക്കുകയാണ്. അതായത് ഏറ്റവും വലിയ രൂപത്തിൽ അത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും വലയം ചെയ്തിരിക്കുകയാണ്. അതറിഞ്ഞ മനുഷ്യൻ, ഈ സത്യം അറിഞ്ഞ മനുഷ്യൻ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചനം പ്രാപിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്തില്ല, ബന്ധനങ്ങളില്ല. ഒരു ബന്ധവും ആരുമായിട്ടും ഇല്ല. ബന്ധം എന്ന് പറയേണ്ടെങ്കിൽ എന്താണ്, എന്നിൽ നിന്നും വ്യത്യസ്തമായതോടാണല്ലോ ബന്ധം എന്ന് പറയേണ്ടത്. ഞാൻ മറ്റേത്, അപ്പം ബന്ധം രണ്ടും ഒന്ന് തന്നെയാണെങ്കിൽ എന്ത് ബന്ധമാണ്? ഈ എൻ്റെ രണ്ട് കൈകളാണ് ഈ രണ്ടും, ഇതും തമ്മിൽ എന്താ ബന്ധം സ്ഥാപിക്കേണ്ടത്? ബന്ധം രണ്ടും ഒന്ന് തന്നെയല്ലേ? ഈ വെള്ളം തമ്മിൽ ബന്ധം നിന്ന് സ്ഥാപിക്കേണ്ടത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാം ബ്രഹ്മമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ബന്ധങ്ങളൊന്നുമില്ല. ആ ലെവലിലേക്ക് നമ്മൾ വരണം. ആരും വലുതുമല്ല, ആരും ചെറുതുമല്ല, എല്ലാം ഒന്നാണ്. ആ ലെവലിലേക്ക് ഉയരണം. അപ്പോൾ നമുക്ക് മോചനം പ്രാപിക്കും. ഇനി 17 പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈ പരമേശ്വരൻ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആ പരമേശ്വരനാണ്, ഏകനായ ഈശ്വരനാണ്. സദാസമയം എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ അതിലുള്ളതാണ് നമ്മളെ പല പേരുകളിൽ പറയുന്നത്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര പട്ടി പൂച്ച സ്ത്രീ പുരുഷന് ആർത്തമുള്ള സ്ത്രീ ആർത്തമില്ലാത്ത സ്ത്രീ എല്ലാം ആ പരബ്രഹ്മ പുരുഷോത്തമൻ തന്നെയാണ്. എന്നിട്ട് അവരുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നതും അദ്ദേഹം തന്നെയാണ്. അത് തന്നെയാണ് എല്ലാമായി മാറിയത്. അതിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതും ആ ഈശ്വരൻ തന്നെയാണ്. പിന്നെ എന്ത് തൊട്ടുകൂടായ്മയാണ്, എന്ത് അശുദ്ധിയാണ്. ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓരോന്നുണ്ടാക്കി. ഭക്ഷണം നല്ല സാധനം, അതിൻ്റെ അകത്തുനിന്നുള്ള എല്ലാം പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ബാക്കി കളയുന്നതാണ് മറ്റേ സാധനം. നമ്മൾ തേങ്ങ എടുത്തിട്ട് പിഴിഞ്ഞിട്ട് തേങ്ങാപ്പാലെടുക്കും, ഇത് കളയും. രണ്ടും എന്താ വ്യത്യാസം? നമുക്ക് അശുദ്ധി ഒന്നുണ്ടോ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് ബാക്കിയില്ല? അതുമാതിരി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതിനകത്ത് വേണ്ടതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി കളയുന്നു, അത്രയേ ഉള്ളൂ. അത് ഇതും തമ്മിൽ എന്താ വ്യത്യാസം? അതുപോലെ തന്നെയാണ് ആർത്തവും. എന്താണ് അശുദ്ധി? എല്ലാം ബ്രഹ്മമാണ്. അദ്ദേഹത്തെ വിശുദ്ധവും നിർമ്മലവുമായ ഹൃദയത്തോടുകൂടി, ആ ഈശ്വരനെ അപ്പം എന്ത് വേണം? നിർമ്മലമായ ഹൃദയത്തോടുകൂടി, അങ്ങനെ ഒരു തുറന്ന വിശാലമായ ഹൃദയത്തോടുകൂടിയും മനസ്സോടുകൂടിയും നിരന്തരമായി എപ്പോഴും അതിനെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ അവൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. പ്രത്യക്ഷപ്പെടുന്ന പറഞ്ഞാൽ എന്താണ്? ഒരു ചക്ക നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ ചക്കയായിട്ടല്ല വരേണ്ടത്. മാങ്ങ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന പറഞ്ഞാൽ മാങ്ങയായിട്ടാണ് വരേണ്ടത്. കൃഷ്ണൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് കൃഷ്ണൻ കഥാപാത്രത്തിൽ കഥയിലാണ് ആ രൂപത്തിൽ പറഞ്ഞത്. യഥാർത്ഥത്തിൽ കൃഷ്ണൻ ആരാണ്? ആ ഈശ്വരനാണ് ഈ കൃഷ്ണനായിട്ട് പരമേശ്വരനായിട്ടെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. അത് പ്രത്യക്ഷപ്പെടുന്ന രൂപത്തിൽ, യഥാർത്ഥ രൂപത്തിലാണ് അത് പ്രത്യക്ഷപ്പെടുക. അതിൻ്റെ രൂപത്തിൽ എന്താണ്? അതിനുള്ള ഒരു രൂപമില്ല, ഭാവവുമില്ല, ഒരു ഗുണവുമില്ല, കാണാനും പറ്റില്ല. നമ്മൾ വിചാരിക്കും പ്രത്യക്ഷപ്പെടുന്ന പറഞ്ഞാൽ കൃഷ്ണന്റെ രൂപത്തിൽ ഇങ്ങനെ വന്ന് നമ്മുടെ ഭാവനയിൽ ഈശ്വരൻ കൃഷ്ണൻ രൂപത്തിലാണെന്ന് സങ്കല്പിച്ച് നടക്കുമ്പം കൃഷ്ണനെ വിചാരിച്ചുകൊണ്ട് നിന്ന ഒരു സുപ്രഭാതത്തിൽ നമ്മളെ മുമ്പിൽ ഇങ്ങനെ കൃഷ്ണൻ വന്ന് നിൽക്കുന്നതാണ് ധരിച്ചു വെച്ചത്. ഈ രൂപത്തിൽ ഈശ്വരൻ വരുന്ന രൂപം മാറിയിട്ടൊന്നുമല്ല വരും, അതിൻ്റെ രൂപത്തിലാണ് വരും. അതിൻ്റെ രൂപം എന്താണ്? അതിൻ്റെ രൂപമില്ല, ഭാവമില്ല, ഒരു ചുക്കുമില്ല. ആ മുമ്പിൽ വന്ന് നിന്നിട്ടുണ്ട്. എല്ലേക്കും അത് നമ്മളെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി മുമ്പിൽ വന്ന് നിൽക്കേണ്ട ആവശ്യം എന്താണ്? അപ്പൊ എന്താണ് ഈ മുമ്പിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മളെ മനസ്സിൽ അത് തെളിഞ്ഞു വരും.
ആ അവസ്ഥയിലേക്ക് നമ്മൾ മാറും. നമ്മളതായി മാറും, നമ്മൾ തന്നെ അതായി മാറും. ആ ഒരു തുറന്ന മനസ്സ്. പിന്നെ ഈ ലോകത്തിലൊന്നും നമ്മൾ കാണാൻ പോകുന്നില്ല, ഒരു ബന്ധങ്ങളും നമ്മളില്ല. അവനപ്പോൾ അമൃതസ്വരൂപനാകുന്നു. ആ ഒരവസ്ഥക്കാണ് അമൃതസ്വരൂപം. ഞാൻ ഒരു ചിന്തയില്ല, മനസ്സിൽ ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, അമൃതസ്വരൂപം. ആ ബ്രഹ്മ സാക്ഷാത്കാരത്തെത്തിയാൽ നമ്മൾ ഇന്ദ്രിയങ്ങളെല്ലാം നശിച്ച്, കണ്ണ് കാണില്ല, കേൾക്കില്ല, പറയില്ല, ഒരു ചുക്കുമില്ല. നമ്മൾ ആ ഒരു തുറന്ന പുസ്തകം ഗാഠനിദ്രയിൽ കിടക്കുമ്പോഴുള്ള ഒരവസ്ഥ മാതിരിയുള്ള ഒരു രൂപം, പക്ഷേ ഒരു ശാന്തമായ ഒരു രൂപത്തിൽ നമ്മൾ മാറും. ഗാഠനിദ്രയിൽ നമ്മളൊന്നും അറിയുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫീലിംഗ്, എന്തോ ഒരു ഫീലിംഗ്. ആ ഒരു ഫീലിംഗ് യോഗയിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും ശ്രമിക്കുന്നേ ഉള്ളൂ. ശവാസനം എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. ആ അവസ്ഥയിൽ നമുക്കൊരു ഫീലിംഗ് ഉണ്ട്. ആ അവസ്ഥയിൽ എത്തുമ്പോൾ നമുക്ക് തിരിച്ചു വരാൻ തോന്നില്ല. അതിന് സ്ത്രീക്കും പുരുഷനും എല്ലാം ചെയ്തു നോക്കാം. എങ്ങനെ ചെയ്യേണ്ടത്? തറയിൽ നെരസായ തലത്ത് ഒരു തുണിയാറ്റം വിരിച്ചിട്ട് കിടക്കണം. ഇങ്ങനെ കൈ ഇങ്ങനെ ചേർത്ത് വെക്കണം. തലങ്ങണിയൊന്നും പാടില്ല, നേർക്ക് മലന്ന് മുകളിലോട്ടേക്ക് നോക്കിയിട്ടാണ് കൈ സൈഡിൽ വെക്കണം. എന്നിട്ട് കാലിൻ്റെ വിരലിൻ്റെ അറ്റത്തോട്ടിട്ട് തല വരെ ലൂസാക്കി ഇട്ടുമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആദ്യം ചിന്തിക്കണം. കാലിൻ്റെ അറ്റ എല്ലാം ലൂസാണ്. എന്തെങ്കിലും പിടുത്തമുണ്ടെങ്കിൽ ഒന്ന് അനക്കിയിട്ട് ലെവലാക്കണം. ഇപ്പം കൈ ഒരു മാതിരി ടെൻഷൻ മാതിരി ഒന്ന് അനക്കിയിട്ട് ശരിയാക്കണം. അങ്ങനെ കാലിൻ്റെ അറ്റം മുതൽ തലയുടെ അറ്റം വരെ ലൂസായോ എന്ന് നോക്കിക്കൊണ്ട് ഒന്നും ചിന്തിക്കാതെ, വേറൊരു വിഷയവും ചിന്തിക്കാതെ, അതാണ് ശവാസനം. പുറത്ത് നിൽക്കുന്നവർ നോക്കിക്കഴിഞ്ഞാൽ ചത്ത ശവന്മാരി കിടക്കും. നമ്മളെ ശ്വാസമെല്ലാം വളരെ മിനിമായി മാറും. ഒന്നും ആലോചിക്കാതെ അങ്ങനെ. അപ്പം ആലോചിക്കുന്നുണ്ട്, കാലിൻ്റെ അറ്റം മുതൽ എവിടെയെങ്കിലും ടെൻഷൻ വന്നിട്ടുണ്ടോ, അതെല്ലാം ഒന്ന് ശരിയാക്കി വരുമ്പോൾ മനസ്സും കാമാവും. ചിന്തയൊന്നും ഉണ്ടാവില്ല, വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കില്ല. അങ്ങനെ എത്തുമ്പോൾ ഒരു 15 മിനിറ്റ് പിടിക്കും. 15 മിനിറ്റ് എത്തുമ്പോൾ നമുക്കൊരവസ്ഥ എത്തും, ശവത്തിന് സമാനമായ അവസ്ഥ. ഉറങ്ങിക്കളയരുത്. നമുക്ക് ആ അവസ്ഥ വരുമ്പോൾ ഉറക്ക് വരും, ഉറങ്ങിപ്പോകാൻ പറ്റും. ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിപ്പോയാൽ പോയി. പിന്നെ സാധാരണ ഉറക്കായി. ഉറങ്ങാതെ അങ്ങനെ കിടക്കണം. അങ്ങനെ കിടക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ് എത്തുമ്പോഴേക്ക് കൊതുകെല്ലാം കടിക്കുമ്പോഴൊന്നും അനക്കിക്കളയല്ല, പിന്നെ പോയി. അതുകൊണ്ട് കൊതുകുണ്ടൊക്കെ വല്ല കൊതുക് കത്തിച്ച് വെച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അനങ്ങാതെ അങ്ങനെ കിടക്കുമ്പോൾ ഒരു 15 മിനിറ്റ് എത്തുമ്പോൾ നമുക്ക് തിരിച്ചു വരാൻ തോന്നില്ല. വളരെ സുഖമായ ഒരു കിടപ്പായിരിക്കും. പിന്നെ അതിൽ നിന്ന് എഴുന്നേൽക്കാൻ നമ്മളെ മനസ്സിന് തോന്നില്ല. അങ്ങനെ തന്നെ കിടക്കാൻ തോന്നും. അങ്ങനെ ദിവസവും ഒരു 15 മിനിറ്റ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഉറങ്ങിയാൽ കിട്ടാത്ത സുഖമാണ് ലഭിക്കുക. ഒരു ദിവസം മുഴുവൻ ഉറങ്ങിയാൽ കിട്ടുന്ന സുഖമല്ല, അതിനെക്കാട്ടിയും സുഖം കിട്ടും ഈ ഒരു 15 മിനിറ്റ് അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ. പ്രാക്ടീസ് ചെയ്യാൻ വെറുതെ കിടക്കുമ്പോൾ ട്രൈ ചെയ്താൽ മതി. ഒരു പായാറ്റം വിരിച്ചിട്ട് തറയിൽ കിടക്കണം എന്ന് കഴിഞ്ഞാൽ അത്രയും ശാന്തമായൊരു മനസ്സ് കിട്ടും. അപ്പം ആ ഒരു ഫീലിംഗ് എന്താണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ബ്രഹ്മത്തിലേക്ക് അങ്ങ് പോയി ലയിച്ചു കഴിഞ്ഞാലുള്ള ആ ഫീലിംഗ് എന്തായിരിക്കും? അതിൻ്റെ എത്രയോ മടങ്ങായിരിക്കും. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് വരാൻ തോന്നില്ല. അപ്പോൾ അവൻ അമൃതസ്വരൂപൻ ആകുന്നു. പിന്നെ അവന് ജനന മരണങ്ങളിൽ നിന്ന് മുക്തി നേടുന്നു. പിന്നെ അവന് ജനന മരണമില്ല. അവൻ ബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ജന്മങ്ങളും അവനില്ല. കാരണം അവൻ്റെ കർമ്മം തീർന്നാൽ, അത് പറഞ്ഞിട്ടുണ്ടല്ലോ, കർമ്മം തീർന്നാലേ ഇത് നടക്കുള്ളൂ എന്ന്. പക്ഷേ ഈ ശവാസനത്തിലൂടെ ആ അവസ്ഥയിലെത്താൻ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല.
നമ്മൾ കുറച്ച് മനസ്സ് കാമാക്കിയിട്ട് ഇങ്ങനെ ശരീരത്തെ ലൂസാക്കി ഇട്ടാൽ മതി. ആ അവസ്ഥ എത്തുമ്പോൾ ഒരു നല്ല ഫീലിംഗ് വരും. അതിൻ്റെ എത്രയോ മടങ്ങായിട്ട് സങ്കല്പിച്ചാൽ മതി. അപ്പം പിന്നെ നമ്മൾ ഈ രോഗമായിട്ട് ഒരു ബന്ധുവില്ലേ, കാണുന്നവനെല്ലാം വിചാരിക്കും ഇവനെന്തല്ല ചത്ത് കിടക്കുകയാണോ, അതുമായിട്ട് തോന്നും കാണുന്നവർക്ക്. അതുകൊണ്ടാണ് ശവാസനം എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരൊന്നും അറിയുന്നില്ല, പുറത്തുള്ളവർ ഇവൻ ചത്തുപോയോ തട്ടിപ്പോയോ എന്ന് ചിന്തിച്ചു. അത്തരത്തിലുള്ള കിടപ്പായിരിക്കും.